കുറുവങ്ങാടിന് മൊത്തം ആളുകളുടെ ഒരു ദേശീയ ഉത്സവമാണിത്. ഒരുപാട് ആളുകൾ വരുന്നത്, പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നതാണ്. ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഇന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് സമയമാണ്. അപ്പോൾ ഇവിടെ നിന്ന് താലപ്പൊലി മഹോത്സവം ഇതിൻ്റെ സമാപനമാണിത്. അപ്പോൾ ഇവിടുന്ന് ഈ വ്രതം എടുത്ത നൂറുകണക്കിന് ആളുകൾ പിന്നെ താലപ്പൊലിക്ക് വേണ്ടി തൊട്ടടുത്തുള്ള ശിവക്ഷേത്രമുണ്ട്, കുറുവങ്ങാട് ശിവക്ഷേത്രം, അവിടത്തേക്ക് പോയിട്ട് അവിടുന്ന് തിരികെ കത്തിച്ചിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ 2 പ്രദേശത്ത് വരുന്ന ദേശീയ വരവുകളുണ്ട്. അതിലും ആനകളുണ്ടായിരുന്നു. ആ വരവ് ഇവിടെ കടന്നിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ തിടമ്പ് ഒരു 6 തിടമ്പ് കയറ്റി താലപ്പൊലിക്ക് പോകുന്ന സമയത്താണ് ഒരു ആന പുറകുന്ന് മറ്റേ ആനയെ കുത്തുന്നത്. ആ സമയത്ത് ആ ആന പുറകോട്ട് നിൽക്കുകയും ഇവർ ഈ 2 ആനകൾ നമ്മൾ കുറച്ച് നേരം അത് പാപ്പന്മാർ അങ്ങേരെ ശ്രമിക്കുന്നുണ്ട്, ഇവരെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഇവർ തമ്മിലുള്ള ഇതിൻ്റെ ഇടയിൽ ഈ ബിൽഡിങ്ങിലേക്ക് ആനയുടെ മുഴുവൻ ശക്തി വരികയും ആ സമയത്ത് അവിടെ ഈ ബിൽഡിംഗ് അതിൻ്റെ ഒരു ബീമുണ്ടായിരുന്നു, ആ ബീം മറിഞ്ഞു വീഴാനുണ്ടായിരുന്നു. അവിടെ പൊതുവെ ഈ ക്ഷേത്ര വിശ്വാസികളൊക്കെ ശരിക്കും അവിടെ ഇരിക്കുന്നതാണ്. കുറേ ആളുകൾ അവിടെ ഇരുന്ന് കാണാറുണ്ട്. ആ സമയത്താണ് ഈ ബീം ഇതിൻ്റെ ഇവരെ മേലേക്ക് വീഴുന്നത്. ബീമിലാണ് ശരിക്കും ഇവർ കുടുങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ ബിൽഡിംഗ് വീഴുകയും ചെയ്തു. പിന്നെ ആന രണ്ടും വരണ്ട് ഓടുകയാണുണ്ടായത്. ഓടി 2 ആനയും ഈ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് ഓടുകയും പിന്നീട് എത്രയും പെട്ടെന്ന് ആ 2 ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു. പപ്പന്മാർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് തളയ്ക്കാൻ വേണ്ടിയിട്ട്, തളയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 10-35 പേർക്ക് അപ്പം തന്നെ പരിക്ക് പറ്റി. കാരണം 2 തടമ്പേറ്റിയ 2 നമ്പൂതിരിമാർ മേലെ നിന്ന് ചാടി രക്ഷപ്പെടുകയാണുണ്ടായത്. ആ ചാടിയിൽ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് വിളിച്ചപ്പോൾ എത്രയോ പെട്ടെന്ന് തന്നെ 10-15 പിന്നെ ആംബുലൻസുകൾ പെട്ടെന്ന് തന്നെ വരികയുണ്ടായി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരെ കയറ്റാൻ ഇവിടെ ഇരുന്ന ആളുകൾ തന്നെയാണോ മരിച്ച 3 പേര്? ഇവിടെ ഇരുന്ന ആള് തന്നെ, വേറെ 3 ആളും എല്ലാവർക്കും ഇവിടെ തന്നെയാ പറ്റിയ പരിക്ക് പറ്റിയ മുഴുവൻ ഇവിടെ അപ്പോൾ തന്നെ ആംബുലൻസിൽ അവരെ കയറ്റി കൊണ്ടുപോകാൻ പറഞ്ഞു. താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. താലൂക്ക് ഹോസ്പിറ്റലിൽ ഏതാണ്ട് ഒരാൾ ഇവിടെ നമുക്ക് മരണപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട് അടുത്ത സമയത്ത് തന്നെ. പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ പിന്നെ 35ഓളം ആളുകൾ ആടിയെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ. അപ്പോൾ തൊട്ടടുത്ത് സഹകരണ ഹോസ്പിറ്റലിലേക്ക് ആളുകളെ കൊണ്ടുപോയി. പിന്നെ അവിടെ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഇവർക്ക് എന്തെങ്കിലും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാത്തപ്പോൾ അതുകൊണ്ട് ഈ 35 പേരെയും ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അവർ അത് റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് നാട്ടുകാരൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ ഒഴികൂടി മൊത്തം ആളുകളെയും അവർക്ക് 10-16 ആംബുലൻസ് വന്നപ്പം പിന്നെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിട്ടുണ്ട്, കാറ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം തന്നെ ഒരു വലിയ രക്ഷാപ്രവർത്തനം നാട്ടുകാർ നടത്തിയിട്ടുണ്ട്. ഈ മറ്റ് 2 വരവും കൂടെ വന്നിരുന്നേ കുറച്ചുകൂടെ ഇതാവുമായിരുന്നു അല്ലേ? അപ്പോൾ കൂടുതൽ ആനകളും ഉണ്ടാവും. കഴിയാത്ത ഒരു ദുരന്തമായി മാറിയായിരുന്നു. കാരണം 2 ഭാഗത്തും ആനയുണ്ട്. അതിനനുസരിച്ച് 2 ദേശീയ ആഘോഷ വരവാണ് വരുന്നത്. അതിലും ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരും കൂടി ഈ ക്ഷേത്രമുറ്റത്തേക്ക് കടന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ദുരന്തം നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു മഹാദുരന്തമായി മാറിയായിരുന്നു. ഇപ്പൊ തന്നെ 3 പേര്. എന്താ കാരണം ഈ ആനകൾ തമ്മിൽ ഇങ്ങനെ അടുത്തടുത്താണോ നിന്നിരുന്നത്? എങ്ങനെ എന്താണ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള? ഇത് 3 ആന മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് 3 ആനയുണ്ട്. 3 ആനയ്ക്കുള്ള സ്പേസ് ശരിക്കും ഇവിടെ ഉണ്ട്. 3 ആന ഇവിടെ 6 ആന വരെ എഴുന്നേച്ച സമയമുണ്ട് ഇവിടെ. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് 3 ആനയെ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായ സ്പേസ് ഉണ്ട്. നമുക്ക് ആനയുടെ എല്ലാവിധ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഉത്സവാഘോഷം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ആനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഗുരുവായൂരിൽ നിന്ന് കിട്ടിയ ആനയാണ്. അവിടെ ഗുരുവായൂരിന് എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പം നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട്. പെട്ടെന്ന് ആന തിരിയിലും ഇതിലെ റൗണ്ട് ചെയ്താണ് പോവുക ശേഷത്തിലേക്ക്. ആ പോകുന്ന ആന ഫസ്റ്റ് തിരിഞ്ഞ് മറ്റേ ആനനെ കൊമ്പൂത്തി. അങ്ങനെ 2 ആനയും കൂടി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ 2 കൂടി കൊമ്പ് ഓർക്കുമ്പോഴാണ് ബിൽഡിംഗ് വീഴുന്നത്. അപ്പോൾ താഴെ ഇരിക്കുകയാണ് ആൾക്കാർ. ഇരിക്കുന്നത് കംപ്ലീറ്റ് ഈ ആൾക്കാരെ മേത്താണ് വീഴുന്നത്. അപ്പോൾ ഒരാൾ ഒരു അമ്മേൻ്റെ മേത്ത് ചവിട്ടിപ്പോയി. ഈ അമ്മേനെ ചവിട്ടിയാണ് ആന അറിയാതെ എവിടെയായിരിക്കും. പിന്നെ ആന അങ്ങോട്ട് പാപ്പന്മാരെ അടിക്കുകയാണ് ഇവിടുന്ന്. അടിച്ചിട്ട് വയ്യോട്ട് വരുമ്പോൾ ആന തിരിഞ്ഞ ഓടുക. അത് നമ്പൂരിമാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ബാക്കിൽ വരുന്ന നമ്പൂരിമാരെ ആരും മേത്തൊന്നും ചവിട്ടാതെ ആന അങ്ങോട്ട് ഓടി. 2 ആന തിരിഞ്ഞ് ഓടി പോവുകയാണ് കാണുന്നത്. ഈ മുകളിലുള്ള ആളുകൾ ഊർന്ന് ഇറങ്ങുന്നതാണ് 2 കാണുന്നത് നമ്പൂരിമാർ. അപ്പോൾ ഇറങ്ങുന്ന ആന ആൾക്കാർക്കൊന്നും സംഭവിക്കാതെ ബാക്കിൽ വരുന്ന ആന ചവിട്ടുന്നൊന്നുമില്ല. ആ ചവിട്ടിപ്പോൾ നമ്മളിവിടെ ഞാൻ ഇവിടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുക. വിളക്ക് കത്തിച്ച് തിരികെ കൈയെടുത്ത് ഞാൻ അതിൻ്റെ മുന്നിൽ പോകേണ്ട ആളാണ്. എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ താലപ്പൊലിൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാർ പോകണ്ടേ ഇവിടെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ തിരിയാൻ നോക്കുമ്പോഴാണ് ഞാൻ ചാടി ഇവിടുന്ന് കാണുന്നത്. അയ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ആളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒക്കെ ഇവിടെ ആന വലിക്കലും ആന പോയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. ഭയങ്കര സംഭവം. സീരിയസ് ഭയങ്കര സഹിക്കാൻ ആദ്യമായിട്ടേക്കില്ലേ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം? ഇതുവരെ ഉണ്ടാവാത്തൊരു സംഭവം അല്ലേ? ഭയങ്കര സംഭവം. അതിലെ കാണുന്നത്. പക്ഷേ ഇതൊരു 10 വർഷം മുമ്പ് ഒരിക്കലും ആന വരണ്ട് പോയിരുന്നു. 2 മണിക്കൂറുകൾ നേരം അന്ന് ഒരു ദിവസത്തെ ഉത്സവം തന്നെ നിർത്തി വെക്കേണ്ടി വന്നിട്ട് മണിക്കൂറുകൾ നേരം ആന വരണ്ട്. പിന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു വെറ്റിനറി വന്നിട്ട് അതെ ഡോക്ടർമാർ വന്ന് അതിനെ മയക്കുവെടി വെച്ചിട്ട് 2-3 മയക്കുവെടി വെച്ചതിന് ശേഷമാണ് അതിനെ തടയ്ക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഒരു പ്രയാസമില്ലാതെ നല്ല രീതിയിൽ ഉത്സവം നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതാണ് നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഈ ആനയൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. എല്ലാ സാധനവും കയ്യിലുണ്ടായിരുന്നു.